നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയാണെന്നും അവർ നിങ്ങളെക്കുറിച്ച് കറൻ്റിലി ചിന്തിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത്, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ഫേസ് മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട വ്യക്തികൾക്ക് വേണ്ടി മാത്രം റീഡിങ്സ് കാണുക കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ വെറുക്കുകയും അവർക്കൊരു നെഗറ്റീവ് വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് റീഡിങ്സ് കാണാതിരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിനകത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻസ്, നിങ്ങൾ കാത്തിരുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചേനെ. ഡിവൈൻ അതിനുവേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുക്കി തന്നതിൽ ഡിവൈനോട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് വളരെ വ്യക്തമായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക മറക്കരുത്. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാവണം. ആ നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കണം. നമുക്ക് നന്ദി എന്ന് പറയുന്നത് മനസ്സിൽ ഒതുക്കേണ്ടതല്ല, പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തിയെ നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്ത് നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കാതിരിക്കുക കേട്ടോ. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത എന്തിനാണ് അത്രയും വലിയ ത്യാഗം നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് ചില കമൻസിൽ കാണാൻ പറ്റുന്നുണ്ട്, അവരെക്കുറിച്ച് വളരെയധികം മോശമായിട്ട് പറഞ്ഞിട്ട് ആ റീഡിങ്സ് കണ്ട് അവരെക്കുറിച്ച് മോശം പറയുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പോലും നിസ്സഹായതയോടുകൂടി നിങ്ങളെ നോക്കാനേ പറ്റുള്ളൂ. ഫസ്ട്രേഷൻ തീർക്കേണ്ടതല്ല, അത് ഹീലാക്കി കളയേണ്ടതാണ്. നമ്മളിൽ നിന്നും പുറത്ത് തള്ളിക്കളയുക, നെഗറ്റീവുകളെ പുറത്ത് തള്ളിക്കളയുക. നമുക്ക് വേണ്ടാത്ത വ്യക്തികളെ നമ്മുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റിക്കളയുക കേട്ടോ. അതല്ലാതെ അതിനെ ഹോൾഡ് ചെയ്യണ്ട. പിന്നെ റീഡിങ്സ് പോസിറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ഈ റീഡിങ്സുകൾ ഉപകാരപ്രദമാകും. മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളുടെ കാരണങ്ങൾ, അതിന് പരിഹാരങ്ങൾ എല്ലാം നിങ്ങൾക്ക് ടാരോ റീഡിങ്സിലൂടെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്ത് ആസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ നമുക്ക് നവംബർ മാസത്തിൻ്റെ എനർജിയും ജൂലൈ മാസത്തിൻ്റെ എനർജിയും മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. ഓവറോൾ എനർജി കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിവിടെ ദ എംബറസ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിവൈൻ അനുഗ്രഹത്തോടു കൂടിയുള്ളൊരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് സിംഗിൾ എനർജി ഉള്ളവർക്കൊക്കെ ഒരു വിവാഹവും അതിൽ നിന്നും നിങ്ങൾക്ക് ചിൽഡ്രൻസിൻ്റെ പ്രസൻസും എല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അല്ലാത്ത വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളെ ഈ ഒരു റിലേഷനുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബണ്ടൻസിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രസൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് ഈ ഒരു റിലേഷൻ ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ആണ്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. കാരണം ഈ ഒരു റിലേഷനിൽ നിങ്ങൾ എത്രത്തോളം സെപ്പറേറ്റഡ് ആണെങ്കിലും, നിങ്ങൾക്കിടയിൽ എത്രത്തോളം പ്രോബ്ലംസുകൾ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങളെന്ന് പറയുന്ന സിറ്റുവേഷൻസിന് ബ്ലോക്കിംഗ് ആയിട്ട് പോയ വ്യക്തിയാണെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്നും പെയിൻ എനർജികൾ മാത്രമാണ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു റിലേഷൻ ഫ്യൂച്ചറിലേക്ക് പോകുന്ന എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് ഒരു മെച്യൂരിറ്റി ഉള്ളൊരു ബന്ധത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന എനർജി ആയിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്ക് ഇതിൽ കണക്റ്റ് ചെയ്ത് വരുന്നത്. മദർ എനർജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ നൽകുന്ന പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പരിഗണന അത് നിങ്ങൾക്ക് നാളെ ഒരു എന്താ പറയുക
നിങ്ങൾക്കൊരു ഫലമായിട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ തന്നെ ലഭിക്കുമെന്നും അത് ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി ഒരു ജസ്റ്റിസോട് കൂടി നിങ്ങൾക്ക് അത് തിരിച്ച് വരുന്നതായിട്ടുമാണ് കാണുന്നത്. ചാരിയറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ എനർജിയും അതുപോലെ തേർഡ് പാർട്ടി പ്രസൻസും ഒക്കെ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയിരിക്കാം. നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി മറ്റൊരു ദിശയിലേക്ക് പോയിട്ടുള്ള വ്യക്തിയുമായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തെ അവർക്കിനി മുന്നോട്ടേക്ക് താല്പര്യമില്ല എന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. മറ്റെന്തിനേക്കോ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപാട് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ട്രാവലിംഗ് സംബന്ധമാകുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ശേഷം അവരിപ്പം ഒരകലം പാലിച്ചതിനനുസരിച്ച് ഒരു പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാവലിംഗ് ചെയ്ത് പോയൊരു പേഴ്സൺ ആവാം. എന്താണെങ്കിലും ദ വിൽ പവർ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബന്ധത്തെ കൺട്രോളിങ് ചെയ്യാനും വിൽ പവർ എനർജിയോട് കൂടി കണക്റ്റ് ചെയ്ത് പോകാനും എത്രത്തോളം ചലഞ്ചിങ്, എത്രത്തോളം നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സ്മൂത്തായിട്ട് ഇതിനൊരു ഫ്യൂച്ചർ എനർജി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്ട്രഗിളിങ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഏറ്റവും നല്ല ഫലം അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് പോലെ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ലൈഫിലേക്ക് ഇത് വരുന്നുണ്ട്. എത്ര നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ വിട്ട് നിന്നാലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് തന്നെ വന്ന്, അതായത് ഈ ഒരു റിലേഷൻ നിങ്ങൾക്കുള്ളതാണ്. ഈ വ്യക്തിയുടെ എല്ലാ സിറ്റുവേഷൻസുകളും നല്ലതും ചീത്തയുമാകുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗം നിങ്ങൾക്കാണ്. അതുമാത്രമല്ല നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലൊരു സോൾ കണക്ഷൻസും ഉണ്ട്. ഒരിക്കലും നിങ്ങൾ എത്രത്തോളം അകന്നു പോയാലും നിങ്ങളുടെ ആ ഒരു എനർജി കണക്റ്റ് ചെയ്ത് തന്നെ ഒരു ടെലിപ്പതി പോലെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കാലം കൂട്ടിച്ചേർക്കുന്നതും കാലം കൂട്ടിച്ചേർത്തതുമായ ഒരു ബന്ധമാണ് എന്ന് തന്നെ നമുക്കിത് പറയാൻ പറ്റും. ഒരു പക്ഷേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് കൂടി നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസും ഉണ്ട് കേട്ടോ. നല്ലതും രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഒരേപോലെ കണക്ട് ചെയ്ത് നിൽക്കേണ്ട. തേർഡ് പാർട്ടിയുടെ പ്രസൻസും ഉണ്ട്. 7 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ബന്ധത്തിൽ ശരിക്കും ഒരു അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു കാണാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് കേട്ടോ. അതായത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ സാധിക്കാത്തതിനും പരിധി കവിഞ്ഞുള്ള സ്നേഹം ക്രിയേറ്റ് ചെയ്ത് പ്രകടിപ്പിച്ചിട്ടുള്ളൊരു ബന്ധമാവാം. ഏറ്റവും ഇമോഷണൽ എനർജി, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ എനർജി എക്സ്പീരിയൻസ് ചെയ്ത ഒരു ബന്ധത്തിൻ്റെ സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു ബ്ലോക്ക് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് യാതൊരു രീതിയിലും ഒരു അറിവും ഇപ്പം ലഭിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലെ കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആവാം. മുഖം തിരിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആവാം. നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിലും ലെസ് കോണ്ടാക്റ്റ് പോലെ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിലും ഒരു തുറന്ന മനസ്സോടുകൂടി നിൽക്കുന്ന അല്ലാത്തൊരവസ്ഥയും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഫ്യൂച്ചർ എനർജി നമ്മൾ പറഞ്ഞതുപോലെ സൺറൈസിങ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഫ്യൂച്ചറിൽ വന്നു ചേരാൻ പോകുന്നത്. എത്രത്തോളം വലിയ ബൗണ്ടറി ഉണ്ടെങ്കിലും എത്രത്തോളം വലിയ പ്രോബ്ലംസുകൾ തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിലുണ്ടെങ്കിലും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിൽ നിന്നും പുറത്തു പോകാൻ പറ്റാതെ, അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഹീലാക്കി കളയാൻ പറ്റാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ പോകേണ്ടി വരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ആ സിറ്റുവേഷൻസിനെ മറികടക്കുന്ന ഒരു എനർജിയാണ്, വലിയൊരു സക്സസ് ആണ്. അതായത് ഈ ബന്ധത്തിൽ ഏറ്റവും നല്ല ഒരു ടോപ്പ് എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്നതിൽ അവർക്ക് വളരെയധികം പിശുക്കുള്ളൊരു ക്യാരക്ടറാണ്. അതായത് സ്നേഹിക്കുന്നുണ്ടെന്നും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുപോലെ നിങ്ങളുടെ പ്രസൻസിൽ അവർ സന്തോഷിക്കുന്നു എന്നൊന്നും ഇവർ കാരണവശാലും നിങ്ങളോട്
പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളിൽ നിന്നും എപ്പോഴും ഈ ഒരു വ്യക്തി ഒരു അകലം പാലിച്ച് ഒരു ബൗണ്ടറി ഇട്ടിട്ട് നിർത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആവാം. അത് അവരുടെ ക്യാരക്ടർ എനർജിയാണ്, അവരുടെ ഒരു പേഴ്സണാലിറ്റി എനർജി അങ്ങനെയാണ്. അവർ വളരെയധികം ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇമോഷണൽ ബാലൻസ് ഉണ്ട്. അതായത് ഒരു സെൽഫ് ലവ് എനർജി അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ അവർക്ക് കൂടുതലായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു വ്യക്തി കണക്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ എന്നുള്ള, അത് ഏത് സ്ഥലത്തും എവിടെയാണെങ്കിലും ഈ ഒരു വ്യക്തി ബൗണ്ടറി ഇട്ടേ അത് നിൽക്കത്തുള്ളൂ. മെയിലായാലും ഫീമെയിലായാലും ഒരുപാട് ഓപ്പൺ എനർജിയിലേക്ക് വരാത്ത ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇമോഷണൽ ചീറ്റിങ്ങും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശക്തമാകുന്നൊരു ചീറ്റിങ് നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ചീറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചതി. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും മറ്റാരിൽ നിന്നൊക്കെ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് ചതിക്കും, ഇത് നല്ലതല്ല, ഈ ഒരു സിറ്റുവേഷൻസിനെ സൂക്ഷിക്കണമെന്നൊക്കെ നിങ്ങളിൽ പലർക്കും മറ്റ് ചില വ്യക്തികളിൽ നിന്ന് ഗൈഡൻസ് കിട്ടിയിട്ടും നിങ്ങൾ ഇതിൽ അന്ധമായിട്ട് നിന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ആണ്. എത്രത്തോളം അവർ ഇമോഷണലി നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഇട്ടാലും, എത്രത്തോളം നിങ്ങളെ ഈ ഒരു പേഴ്സൺ മാറ്റി നിർത്തിയാലും, ഇമോഷൻസ് നൽകാതെ നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിലും, ശക്തമാകുന്ന ചീറ്റിംഗ് നിങ്ങൾക്ക് നൽകിയ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നെയാണ് ഫ്യൂച്ചർ എനർജിയിൽ വരാൻ പോകുന്നത്. നീതി നടപ്പിലാക്കപ്പെടുന്ന എനർജി, അതായത് കർമ്മ ഹീലിംഗ് ഉണ്ടാകാം. കർമ്മ ബേസിൽ അവർക്ക് കുറ്റബോധം തോന്നാം, തിരിച്ചറിവിലേക്ക് വരാം, അവർ തെറ്റ് ഏറ്റു പറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. നിങ്ങളോട് വിശ്വാസക്കുറവ് കാണിച്ചാൽ പോലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങളിൽ നിന്ന് അവർ അകന്ന് നിന്നാൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ നല്ല ഒരു ജസ്റ്റിസ്, അത് ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഭയമുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഒന്നിലധികം പ്രോബ്ലംസുകൾ, മറ്റുള്ള സമൂഹത്തെ പബ്ലിക്കാകുന്ന എനർജികളെ അവർ ഭയപ്പെടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളെ അവർക്ക് പ്രിയപ്പെട്ടതാണ്, നിങ്ങളെ അവർ പ്രഷ്യസായിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കപ്പുറത്തേക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യക്തിബന്ധങ്ങളാവാം, സാഹചര്യങ്ങളാവാം, കരിയർ എനർജി ആവാം. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് കാണേണ്ടി വരുന്നുണ്ട്, അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്നും അവർക്ക് തീർച്ചയായിട്ടും ഉൾവലിയേണ്ടി വരുന്നു, അവർ മാറി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സമയങ്ങളും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അതെല്ലാം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുമുണ്ട്. നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുമുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. എത്രത്തോളം ഈ ഒരു ബന്ധം അവസാനിച്ചു പോയാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറി നിങ്ങൾ മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോയാലും നിങ്ങളെ തേടി ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ തേടി വരും. അവർക്ക് അത്രത്തോളം ഒരു തിരിച്ചറിവ് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സിൽ, ഡിവൈൻ്റെ സപ്പോർട്ടോട് കൂടി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അൺകണ്ടീഷണൽ ലവ് എനർജി ഈ ഒരു ബന്ധത്തിൽ, അതായത് പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ കണ്ടുമുട്ടിയപ്പോൾ റിലേഷനിൽ എത്രത്തോളം ജെനുവിനായിട്ടായിരുന്നു നിന്നത്, അത്രത്തോളം ജെനുവിനിറ്റിയും സപ്പോർട്ടിങ്ങും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് എവിടെയാണോ നിങ്ങളുടെ ബന്ധത്തിന് ഇമോഷണൽ ബ്ലോക്കേജ് വന്നത് അവിടെ നിന്നുള്ള ആ ഒരു മാറ്റം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ആ ഒരു വലിയ ശക്തമാകുന്ന ചേഞ്ചിങ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളോട് ഡിവൈൻ പറയുന്നത് സ്വയം ഒരു തിരിച്ചറിവിലേക്ക് വരിക, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്ത് നിങ്ങളിൽ വാല്യൂ കണ്ടെത്തി നിലനിൽക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് മാത്രം പൂർണ്ണമായിട്ടും ഡിപ്പെൻഡഡ് ആവാൻ പോയാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു വാല്യൂമില്ല. നിങ്ങളിലേക്ക് വാല്യൂ ചെയ്താൽ, നിങ്ങളിലൊരു പ്രകാശം സൃഷ്ടിച്ചാൽ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എല്ലാ രീതിയിലും
കമ്മ്യൂണിക്കേഷനും എൻഡ് ആക്കുക. കാലം നിങ്ങൾക്കിത് കണക്റ്റ് ചെയ്ത് തരും. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏത് നിമിഷവും സ്റ്റാർട്ട് ചെയ്ത് കടന്നു പോകാവുന്നതാണ്. ഒരു ന്യൂ ബിഗിനിങ് എനർജി, അതായത് ഒന്നും നോക്കാതെ അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകും. അവരതിനകത്ത് വരും വരായികകളെക്കുറിച്ച് ഇപ്പോൾ കറൻ്റിലി അവർ പല കാര്യങ്ങളെക്കുറിച്ചും ഭയപ്പെടുന്നുണ്ട്. പല ബന്ധങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെയും അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികളെയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് അവരിതൊന്നും നോക്കൂല. വരും വരായികകളൊന്നും അവർക്ക് പ്രശ്നമല്ല, തടസ്സങ്ങളെ ഒന്നും അവർ വകവയ്ക്കില്ല. അവർ നിങ്ങളുമായിട്ടുള്ള എനർജിയിലേക്ക് വരും. ദ മാജിക്കാണ് സംഭവിക്കുന്നത്. ദ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു മാജിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തെ വിട്ടുകളയാനായിട്ട് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേറ്റഡ് എനർജിയിലേക്കോ ബ്ലോക്കിംഗ് എനർജിയിലേക്കോ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിൽ അവരൊരു ബൗണ്ടറി ഇട്ടതോ നിങ്ങളിൽ നിന്നും വിട്ടുപോയതോ എല്ലാം ഒരു പക്ഷേ മറ്റാരുടെയൊക്കെയോ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ്. ഒരു പക്ഷേ അവരോടൊപ്പം തന്നെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാവാം. അതായത് കരിയർ പാതയെയും ബിസിനസ് സംബന്ധമായിട്ടോ ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ കുറച്ച് ഇടപാടുകൾ ഉള്ള ചില വ്യക്തികളുടെ പ്രസൻസ് ആണ് കാണുന്നത്. അവരുടെ പ്രസൻസ് കൊണ്ടാവാം, പേരൻസിൻ്റെ എനർജി ആവാം, അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങളിൽ നിൽക്കുന്നവരാവാം, സൗഹൃദ ബന്ധങ്ങളിൽ നിൽക്കുന്നവരാവാം. അപ്പം ഇവരുമായിട്ട് കുറച്ചധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് ആണ് ഇവരെ സംബന്ധിച്ച് വളരെയധികം നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച പാലിക്കാനുണ്ടായ കാരണം. അതിൽ നിന്നുമാണ് ഈ ഒരു തിരിച്ചറിവ് വന്ന് അവർക്ക് കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് ഒരു മാജിക്ക് തന്നെ ഒരു റിലേഷനിൽ സംഭവിക്കുമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വീണ്ടും വീണ്ടും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്നായിരിക്കും ഈ ഒരു ബന്ധത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ശക്തമായൊരു മാറ്റം ഈ ഒരു ബന്ധത്തിലേക്ക് വന്നു ചേരുന്നതെന്നാണ് കാണുന്നത്. ഏറ്റവും സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും. ഈ ഒരു പേഴ്സൺ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒരു വ്യക്തി ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലമായിട്ട് ഈ ഒരു വ്യക്തി കർമ്മ നേരിടേണ്ടി വരും. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അമിതമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നിടത്ത് ആ ഒരു വ്യക്തിക്ക് ശക്തമാകുന്ന ഒരു ലോസ് നേരിടേണ്ടി വരും. ആ ഒരു വ്യക്തിയുടെ വിശ്വാസം, പ്രതീക്ഷ തകർന്നു പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് വരാനുള്ള മാർഗമാണ്. അബണ്ടൻസ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഡോർ എനർജിയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചെറിയ വീഴ്ചകളെന്ന് കാണുന്നുണ്ട്. അതുപോലെ വളരെ ശക്തമായി കുറ്റബോധപ്പെടുന്നുണ്ട്. കറൻറ്റിലെയും കുറ്റബോധത്തിൻ്റെ പ്രസൻസ് ശക്തമായിട്ട് കാണുന്നുണ്ട്. പെയിൻ എനർജി ഉണ്ട്. അതുപോലെ മറ്റ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പം ഒരു കർമ്മയെ ഭയപ്പെടുന്ന സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവരൊരു ബ്ലൈൻഡ് എനർജിയിലാണ് നിൽക്കുന്നത്. പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ, പേടിപ്പെടുത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്ത ഒരു വാല്യൂ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ തേടി അവർ വരുന്നതാണ് ഈ ഒരു എനർജിയുടെ ഫ്യൂച്ചർ. നിങ്ങൾ ഒരിക്കലും അവരെ തേടി ഇറങ്ങണ്ട കേട്ടോ. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അബണ്ടൻസ് ആണെന്നും നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് പോസിറ്റിവിറ്റി ലഭിക്കുന്നു എന്നതും എല്ലാം അവർ തിരിച്ചറിഞ്ഞ് അവർ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെയും തടസ്സങ്ങളെ ചിന്തിക്കാതെയും വ്യക്തിബന്ധങ്ങളെയും സാഹചര്യങ്ങൾക്കൊന്നും വാല്യൂ കൊടുക്കാതെ നിങ്ങളെ തേടി വരും എന്ന എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാത്ത ഇവർ നിങ്ങൾക്ക് വാല്യൂ തരും. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു സെൽഫിഷ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു. ആ ഒരു സെൽഫിഷ് എനർജിയിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഒരു ബാലൻസിലേക്ക് വരും. വളരെയധികം ശക്തമാകുന്ന ഒരു മാറ്റത്തിലേക്ക് വരുന്നു. ആ ഒരു മാറ്റം ഇവരെ സംബന്ധിച്ച് വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിക്കും. ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ഒരു പേഴ്സണ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ട്, വിശ്വാസമുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ. അതായത് അവരൊന്നും മനസ്സ് വെച്ചാൽ അവസാനിക്കുന്നത് മാത്രമാണ് ഈ ഒരു ബന്ധത്തിലെ തടസ്സങ്ങളെന്നുള്ളത്.
അവർ മനസ്സ് വെച്ചാൽ മുന്നോട്ടേക്ക് വരാം. ഇതൊരു വലിയൊരു സക്സസ്സിലെത്താൻ പറ്റുന്ന റിലേഷനാണ് കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി കണക്റ്റഡ് ആകുന്ന സമയത്ത് അവിടെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് അല്ല, നിങ്ങൾ രണ്ടുപേരുടെ എനർജി പോസിറ്റീവായിട്ടാണ് തീരുന്നത്. അതൊരു സക്സസ്സാണ്. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ അവരുടെ കറൻറ്റ് തോട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ അവരൊരു 3 എനർജിയുടെ പ്രസൻസ്, ഒരു മായാവലയത്തിലൊക്കെ ഒരു മിഥ്യാധാരണയിലൊക്കെ പെട്ടുപോയി, ഒരു പക്ഷേ ഒരു മോഹവലയത്തിലൊക്കെ പെട്ടുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരെ സംബന്ധിച്ച് അവർ വളരെയധികം പ്രതീക്ഷ കൊടുത്ത ചില സ്ഥലങ്ങൾ അവർക്ക്, അതായത് വളരെ ആഗ്രഹത്തോടു കൂടി ഒരു ആഴത്തിൽ അവർ ചിന്തിച്ച ചില സ്ഥലം കാർമിക് സിറ്റുവേഷൻസിൻ്റെ കാർമിക് എന്ന് കാണുന്നുണ്ട്. ഇതിനകത്തൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരു ട്രാവലിങ്ങിൻ്റെ പ്രസൻസ് വേണ്ടി വരുന്നുണ്ട്. ഒരു ട്രാവലിംഗ് എനർജി വേണ്ടി വരുന്ന സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ഒരു ട്രാവലിങ്ങിലൂടെയാണ്, ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രസൻസ് കുറേ ആളുകളുടെ എനർജി കാണുന്നുണ്ട്. ട്രാവലിങ്ങിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർ നിങ്ങളെ ശരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നിങ്ങളിൽ അവരൊരു വാല്യൂ, നിങ്ങൾ എത്രത്തോളം ആഴത്തിലായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നും, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഓക്കെ അല്ലാത്തൊരു ക്യാരക്ടർ എനർജിയിലുള്ള നിങ്ങളെ അവർ ശരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നുള്ള 100% ഉറപ്പാണ്. ഒരു പക്ഷേ നിങ്ങൾ മോശമായ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണെന്ന് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ല എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അവർ തെറ്റിദ്ധരിക്കപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ അവരിന്ന് പശ്ചാത്തപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു തെറ്റിദ്ധരിക്കൽ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളോടുണ്ടായിരുന്നൊരു വിശ്വാസം നഷ്ടപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിൽ അവരൊരു തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. ഒരു പക്ഷേ ഇതിനകത്ത് മാര്യേജ് എനർജിയിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു അഡ്വൈസിങ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയൊക്കെ ഉണ്ടായ സാഹചര്യം കാണും കേട്ടോ. മറ്റുള്ള ഒന്നെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു അഡ്വക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഡ്വൈസിങ് എനർജി, അതായത് ഒരു മധ്യസ്ഥത നടന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് വാല്യൂ കൊടുത്ത് നിങ്ങളെ അവർ വെറുതെ നിങ്ങളെ അവിടെ കണക്റ്റ് ചെയ്ത് നിർത്തിയ സിറ്റുവേഷൻ, നിങ്ങൾക്ക് വലിയ വാല്യൂ തരാതെ നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതെല്ലാം ഇവരെ സംബന്ധിച്ച് ഇപ്പം നിരാശപ്പെടുത്തുന്നുണ്ട്, ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. ശരിക്കും വളരെയധികം ഡൗൺ എനർജിയിലാണ് കേട്ടോ. അവർ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ടുള്ള എനർജികൾ ചിന്തിക്കുമ്പം അവർ ചെയ്തു കൂട്ടിയ ഓവർ കോൺഫിഡൻസോടുകൂടി അവർ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റാണെന്നുള്ളൊരു ചിന്ത അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അവർ 9 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സമാധാനം വേണം, ആ ഒരു സന്തോഷം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്കിനി ഒരു സന്തോഷം ലഭിക്കണമെങ്കിൽ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു വരണമെന്നതും കറൻറ്റ്ലി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഒരു തോട്ട്സിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ, സമാധാനമായിട്ട് അവർക്ക് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റിലേക്ക്, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ വേണമെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ തെറ്റുകൾ അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഇച്ചിരി ഓവർ കോൺഫിഡൻസും ഓവർ കൺട്രോളിങ്ങും ഓവർ തോട്ട്സും കൂടിയ വ്യക്തി